കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2 കിലോയോളം സ്വർണം കവർന്ന കേസിൽ അന്വേഷണം ഊർജിതം. കവർച്ച നടത്തിയ 4-അംഗ സംഘം സഞ്ചരിച്ചത് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാറിലാണെന്നാണ് സംശയം. ഇന്നലെ രാത്രിയാണ് മുത്തമ്പലം സ്വദേശി ബൈജുവിനെ കാറിടിച്ച് വീഴ്ത്തിയ ശേഷം സ്വർണം കവർന്നത്. ഇന്നലെ ഒരു വെള്ള വണ്ടി വന്ന് തട്ടിച്ചാൻ കയ്യിലുള്ള ബാഗ് എടുത്ത് കൊണ്ടുപോയി. ഒരു 10 മണിയാവും. മുറി പറ്റി അപ്പം പോകണം. പേരിൻ്റെ വെച്ചാൽ ഒരു 3-4 ആൾക്കാരുണ്ടാവും. അകത്തിയാണ് ചെയ്യും. സ്വർണ്ണക്കവർച്ചയുടെ ആശങ്കയിലാണ് കൊടുവള്ളിയിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രികാലങ്ങളിൽ കട അടച്ചു പോകുന്ന സമയത്ത് സ്വർണം കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. മോഷ്ടാക്കൾ ഏത് രീതിയിലാണ് ഏത് സമയത്താണ് വരിക തലക്കടിക്കാമെന്നൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. കൊടുവള്ളിയിലൊക്കെ ഉള്ള സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ടൗണും പരിസരവും കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. സ്വർണം കയ്യിലുണ്ടാവണമെന്നില്ല, ഇത് വരുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള നിലക്ക് ഒരു ചെറിയ എന്തെങ്കിലും ഒരു കവറോ ഒരു പാക്കറ്റോ കയ്യിൽ കണ്ടാൽ തലക്കടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സമീർ സി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. സമീർ, ഈ സ്വർണം കവർച്ചയുടെ ആളുകളെക്കുറിച്ചും അതിൻ്റെ പിന്നിൽ ആരാണെന്നതിനെക്കുറിച്ചും ഒക്കെ എന്തെങ്കിലും സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? 2, ഇപ്പോൾ അവിടെ നാട്ടുകാർക്ക് പൊതുവിൽ തന്നെ ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിട്ടുണ്ടോ? കാരണം കയ്യിൽ എന്തെങ്കിലും ഒരു പൊതിയായി വരുന്ന ആളെ പോലും ആക്രമിക്കപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന ആശങ്ക നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ടല്ലോ. ഗോപി, പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് സമീപത്തെ ചില CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ലഭ്യമായ വിവരം അനുസരിച്ച് പോലീസ് ആ കാറിന്റെ നമ്പർ എടുക്കുകയും അതുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അത് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. ആ വാഹനം പക്ഷേ ഇന്നലെ രാത്രി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് അതിൻ്റെ ഉടമ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം അത് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച വാഹനമാണ് എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികളിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഏതായാലും അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് മുത്തമ്പലം സ്വദേശിയായിട്ടുള്ള ബൈജുവിന് നേരെ ആക്രമണം ഉണ്ടാകുകയും അദ്ദേഹത്തിൻ്റെ 1.25 കോടി രൂപ വില മതിക്കുന്ന 2 കിലോയോളം സ്വർണം കവർച്ച ചെയ്യുകയും ചെയ്തത്. ഈ സംഭവ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ ഈ പ്രതികൾ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുള്ള കത്തിയൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെയാണ് വലിയൊരു ആശങ്ക പങ്കുവെച്ചുകൊണ്ട് അവിടുത്തെ വ്യാപാരി വ്യവസായികളും മുന്നോട്ട് വരുന്നത്. ഈ രാത്രി സമയങ്ങളൊക്കെ കടകൾ അടച്ചു പോകുമ്പോൾ ഏറെ വൈകും. ആ സമയങ്ങളൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. നമ്മോട് സംസാരിച്ചത് കൊടുവള്ളിയിലെ ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹിയായിട്ടുള്ള TP നാസറാണ്. അദ്ദേഹമൊക്കെ പറയുന്നത് ഏതെങ്കിലും കവർ പോലും കൈവശം ഉണ്ട് എങ്കിൽ ആക്രമിക്കപ്പെട്ടേക്കാം. പലപ്പോഴും ജീവൻ തന്നെ അപായപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ പട്രോളിംഗ് ശക്തമാക്കണം. പ്രദേശത്ത് CCTV ശരി സമീർ, ഏതായാലും ഈ കവർച്ചയുടെ വിവരങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. CCTV ദൃശ്യങ്ങളെ പിൻപറ്റി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. അതോടൊപ്പം തന്നെ നാട്ടുകാർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നൊരു ആവശ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അതും അധികൃതർ ശരിയായ രീതിയിൽ അത് പരിഗണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമീർ സി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്.